എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ചുരക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറി വയ്ക്കാൻ ചുരക്ക എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ചുരക്ക എടുക്കുന്നതാണ് നല്ലത്. മുറ്റിയതാകുമ്പോൾ അതിനകത്തെ കുരുവൊക്കെ ഒരുപാട് കട്ടിയുള്ളതായിരിക്കും. ഓരോ കഷ്ണവും ഇതുപോലെ 3-4 ആയിട്ട് കീറിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു തനി നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകും കീറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കീറിയിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേകാൻ വെച്ചിരുന്ന തക്കാളി ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറി ഇനി തിളയ്ക്കാതെ നോക്കിക്കൊള്ളണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി റെഡിയായി കഴിഞ്ഞ് ഇനി ഒന്ന് താളിച്ചൊഴിക്കാം. എണ്ണ ചൂടായി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിക്കുന്നതിൽ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു മണവും കളറും കിട്ടും. വളരെ സ്വാദിഷ്ടമായ ചുരയ്ക്ക തൈര് കറി ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.